വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പോലെ തന്നെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വണ്ണം വെച്ചത് കുറയ്ക്കുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് മെലിഞ്ഞിരിക്കുന്നവർക്ക് കുറച്ച് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വർഷം മുന്നേ ഞാനും ഈ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നു. ഇവിടെ പോയി കഴിഞ്ഞാലും ഒരു കാറ്റ് വന്നാൽ നീ പറന്നു പോവുമല്ലോ, അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലേ, എന്ത് കോല ഇത്, ഇങ്ങനെ മെലിഞ്ഞു പോയേ, മെലിഞ്ഞ് കറുത്തു പോയല്ലോ എന്ന് വേണ്ട സകലമാന ബോഡി ഷേമിങ് ഇതിന്റെ പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും കേട്ടിട്ടുണ്ട്. ഓ, ജോലിക്ക് പോകുന്നതുകൊണ്ട് നിനക്ക് അവളെ ശ്രദ്ധിക്കാനുള്ള നേരം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ നീ ഉണ്ടാക്കി കൊടുക്കുക, നീ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടാ അവളിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, നിനക്ക് അമ്മയൊന്നും തിന്നാൻ തരുന്നില്ലേ, അമ്മയോടാണെങ്കിൽ ചോദിക്കും നീ അവക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ, ഇനി കൊച്ചെല്ലാ ഭക്ഷണവും കഴിക്കുന്നില്ല എങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നീ കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മേനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവ് ഞാൻ ആ അമ്പലത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ എൻ്റെ അമ്മയോട് പറയാണ്, ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടാലേ അറിയാം രോഗം പിടിച്ചു വരുന്ന പോലെ ഉണ്ട്. അന്ന് കുറച്ച് വണ്ണം കുറവുണ്ടായിരുന്നു എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും അടിക്കടി വരുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ വർഷത്തിൽ ഒരു പനിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചുമയോ കഫക്കെട്ടോ മാത്രം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആവശ്യത്തിന് പ്രതിരോധ ശേഷി എനിക്കുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതൊന്നുമല്ല ആൾക്കാരെ ബാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മെലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആൾക്കാരുടെ മെയിൻ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാമിലിയിൽ മറ്റാരെയും കുറ്റപ്പെടുത്താനില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും എന്നെ കാണുമ്പോൾ അവരിങ്ങനെ പറയും, അയ്യോ മെലിഞ്ഞുണങ്ങിപ്പോയല്ലോ, എന്ത് കോലായത്, കാറ്റ് വന്നാ പറന്നു പോവും, എവിടെയെങ്കിലും ഭക്ഷണം എല്ലാം കഴിക്കാൻ ചെന്നിരുന്നാൽ കുറെ ഭക്ഷണം എല്ലാം ഇട്ട് വന്നിട്ട് എന്നോട് പറയും, ഇതങ്ങ് വാരി കഴിക്കേ, വെറുതെ അല്ല ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ, എന്തെങ്കിലും കഴിച്ചാലല്ലേ ദേഹത്ത് കാണാൻ പറ്റും എന്ന് തുടങ്ങിയ കുറെ ബോഡി ഷെയ്മിങ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെ പോലെ മെലിഞ്ഞിരുന്ന എല്ലാ പിള്ളേരും കേട്ടിട്ടുണ്ട്. ഇപ്പോഴും മെലിഞ്ഞിരിക്കുന്ന പിള്ളേർ കേൾക്കുന്നുണ്ടാവും. അപ്പം ഇതെല്ലാം കേട്ട് എൻ്റെ അമ്മ ഭയങ്കര സങ്കടത്തിലായി. അങ്ങനെ എൻ്റെ അമ്മ, അതായത് പി.കെ. കുമാരി ടീച്ചർ നിശ്ചയിച്ചു എങ്ങനെയെങ്കിലും മോക്ക് കുറച്ച് വണ്ണം വെപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അമ്മ പയറ്റി തെളിഞ്ഞ കുറച്ച് സീക്രട്ടുകളും അതുപോലെ തന്നെ സയന്റിഫിക്കലി നിങ്ങൾക്ക് വണ്ണം കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കഴിക്കണം, അതെങ്ങനെ കഴിക്കണം, ഏതൊക്കെ നേരത്ത് കഴിക്കണം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതിനു മുന്നേ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് വണ്ണം കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അമിത വണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ കൂടുതലായിട്ട് പിടിക്കും. നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി, വണ്ണമുള്ളവർക്കായിരിക്കും എപ്പോഴും രോഗങ്ങൾ അമിതമായിട്ട് പിടിക്കുന്നത്. വണ്ണം കുറഞ്ഞവർക്ക് പൊതുവേ രോഗങ്ങൾ കുറവായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമെ കാണുന്ന തടിയാണ്. അതായത് ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വണ്ണം. വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡിക്ക് ഉള്ള വെയിറ്റിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോണും മസിലും എല്ലാം കൂടി അടങ്ങിയതിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയാം. ഈ ഭാരം നോർമൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരം, BMI പ്രകാരം നമ്മുടെ വെയിറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് അമിതവണ്ണം ഉള്ളവരാണെങ്കിലും അമിതമായി മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ BMI കറക്റ്റാക്കി വെക്കണം. BMI കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BMI അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കുറയും, അടിക്കടിക്ക് രോഗം വരികയും ചെയ്യും. അപ്പം BMI കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാണ്ട് അമിതമായിട്ട് തടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മെലിഞ്ഞിരിക്കുന്നത് തന്നെയാണ് കാണാൻ എപ്പോഴും ഭംഗിയും അതുപോലെ രോഗങ്ങൾ കുറവും. തടിയുള്ളവരെ കാണാൻ ഭംഗിയില്ല എന്നൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഞാനും ഇപ്പൊ തടിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അമിതവണ്ണം ആവാണ്ട് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ മെലിഞ്ഞിരിക്കുന്നവര് ശ്രദ്ധിക്കുക, നിങ്ങൾ സാധാ കഴിക്കുന്ന പോലെ 3 നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വെയിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന തടി വെക്കില്ല. അതിനായിട്ട് നിങ്ങൾ ഈ 3 നേരം കഴിക്കുന്ന ഭക്ഷണം 6 നേരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മളിപ്പോ രാവിലെ കുറെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ കുറെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്പം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എത്രയാണോ അത്രയും അപ്പം കഴിച്ചിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ കുറച്ച് ഭക്ഷണം വേറെ കഴിക്കാം. ഇങ്ങനെ ഒരു 6 നേരമായിട്ട് വേണം നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും മാത്രമേ നിങ്ങളുടെ ശരീരം അത് അബ്സോർബ് ചെയ്യുള്ളൂ, നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുള്ളൂ. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ശരീരത്ത് പിടിക്കാത്തതുകൊണ്ടാണ് ആ കുട്ടി ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ അവളുടെ ശരീരത്തൊന്നും പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഇങ്ങനെ ശരീരത്ത് പിടിക്കണമെങ്കിൽ ഈ 3 നേരം നമ്മൾ കുത്തിക്കൊള്ളിച്ച് തിന്നുന്നതിന് പകരമായിട്ട് 6 നേരമായി നിങ്ങൾക്ക് കഴിക്കാവുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.
ഇനി എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ രാവിലെ വൈകുന്നേരവും കുടിക്കുന്ന ചായക്ക് പകരം നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് പകരം കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് പാട കളയാത്ത പാല്, നല്ല കട്ടിയുള്ള പാല്, ഒരു ഗ്ലാസ് പാലെടുക്കാം. അതിലേക്ക് ഏത്തപ്പഴം ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഇടാം. രണ്ടെങ്കിലും ഏറ്റവും മിനിമം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി തുടക്കത്തിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഇടാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഏത്തപ്പഴം ഉപയോഗിക്കാം. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏത്തപ്പഴം അരിഞ്ഞ് അതിലേക്ക് ഇടുക. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. 10 ബദാം തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞെടുത്തത് അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഈന്തപ്പഴം നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു 3 ഈന്തപ്പഴം തൊട്ട് 5 ഈന്തപ്പഴം വരെ നിങ്ങൾക്ക് എടുക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. ഇത്രയും സാധനങ്ങൾ മിക്സിന്റെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് ദിവസവും കുടിക്കാം. രാവിലെ വെറും വയറ്റിലും കുടിക്കാം, വൈകുന്നേരം ചായക്ക് പകരമായിട്ടും കുടിക്കാം. അതായത് ഒരാഴ്ച 2 ആഴ്ച കുടിച്ചുകൊണ്ട് കാര്യമില്ല, ഒരു 3 മാസമെങ്കിലും ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായിരിക്കണം നിങ്ങളുടെ രാവിലത്തെ ഫസ്റ്റ് ഭക്ഷണം എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാം. നിർബന്ധമായിട്ടും മെലിഞ്ഞിരിക്കുന്നവരെ എക്സസൈസ് ചെയ്തിരിക്കണം. പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അവൾ ഇത്രയും മെലിഞ്ഞല്ലേ ഇരിക്കുന്നത്, അതിന്റെ കൂടെ ഇനി ഓടുകയും ചാടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കാണാൻ പോലും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ അങ്ങനെയല്ല. മെലിഞ്ഞിരിക്കുന്നവരും എക്സസൈസ് ചെയ്യണം. ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ എല്ലാ ദിവസവും എന്തെങ്കിലും എക്സസൈസ് നിങ്ങൾ ചെയ്യാം. അത് നിങ്ങളുടെ ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും മെറ്റബോളിസം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വിശപ്പ് തോന്നാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ വെള്ളം കുടിക്കാം. 3 ലിറ്റർ വെള്ളം എന്ന് ഞാനൊരു ആവറേജ് പറയുന്നതാണ്. നിങ്ങൾ ഒരു 2 ലിറ്റർ തൊട്ട് 3 ലിറ്ററിന്റെ ഇടയിൽ ദിവസവും വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ വാങ്ങി ഇങ്ങനെ നിറച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദിവസവും അത് കുടിക്കുക. അപ്പം വെള്ളവും നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാണ്. ഒരു 8 മണി ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് അരി ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇതിന് കറിയായിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സ് ഉണ്ടായിരിക്കണം. കടലക്കറി, ചെറുപയർ കറി, അല്ലെങ്കിൽ വെള്ളക്കടല കൊണ്ടുള്ള കറി, ഗ്രീൻ പീസ് കറി, മുട്ടക്കറി, ചിക്കൻ കറി, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി വെജിറ്റബിൾ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ 2 പുഴുങ്ങിയ മുട്ടയോ നിങ്ങൾ ദിവസവും കഴിച്ചിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും കഴിക്കാം. 2 കൂടുതൽ മുട്ട നിങ്ങൾക്ക് കഴിക്കുന്നതിൽ പ്രശ്നമില്ല. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു 4 മുട്ട വരെ നിങ്ങൾക്ക് ദിവസവും കഴിക്കാം. അതിൽ യാതൊരു പ്രശ്നമില്ല. ഞാൻ മെലിഞ്ഞിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അത്രയും മുട്ട നിങ്ങൾ ദിവസവും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. തുടക്കത്തിൽ എന്ത് ചെയ്യാം? തുടക്കത്തിലേ 4 മുട്ട കഴിക്കണ്ട. തുടക്കത്തിൽ ഒരു 2 മുട്ട കഴിക്കാം. രാവിലെ ഒന്ന്, വൈകുന്നേരം ഒന്ന്. അങ്ങനെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ചായക്ക് പകരമായിട്ട് വേണമെങ്കിൽ പാല് കുടിക്കാം. അല്ലെങ്കിൽ ഇനി ചായ വേണമെങ്കിൽ ചായയും കുടിക്കാം. അതിൽ പ്രശ്നമില്ല. ഇനി അടുത്തതായിട്ട് 11 മണി 11:30 ആവുമ്പോൾ നിങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് നട്ട്സും സീഡ്സും കഴിക്കാം. നട്ട്സും സീഡ്സും ആണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം കശുവണ്ടി പരിപ്പ്, കാഷ്യൂ നട്ട്സ്, പിന്നെ ആൽമണ്ട്സ് ആണ്. ആൽമണ്ട്സ്, ബദാം നമ്മൾ ആദ്യം 10 എണ്ണം ആഡ് ചെയ്തു. ഇനി അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും? 10 എണ്ണം ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ട് 11 മണിക്ക് നമ്മൾ ബദാം കഴിക്കുന്നില്ല. അതിന് പകരം വാൾനട്ട് കഴിക്കാം. അതുപോലെ തന്നെ പിസ്ത കഴിക്കാം. പിന്നെ നമ്മുടെ സാദാ കടല അതും കഴിക്കാം. ഇനി സീഡ്സ് ആണെങ്കിൽ പംകിൻ സീഡും സൺഫ്ലവർ സീഡ്സുമാണ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. പംകിൻ സീഡ്സിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സൺഫ്ലവർ സീഡ്സിലും പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡ്രിങ്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്മൂത്തീസ് വേണമെങ്കിൽ സ്മൂത്തീസ് കഴിക്കാം. ഇല്ലെങ്കിൽ ഷെയ്ക്സ് വേണമെങ്കിൽ ഷെയ്ക്ക് അടിച്ചു കുടിക്കാം. ഷെയ്ക്ക് ആണ് അടിച്ചു കുടിക്കുന്നതെങ്കിൽ ചിക്കു ഷെയ്ക്ക്, അതുപോലെ തന്നെ ആപ്പിൾ ഷെയ്ക്കുകളൊക്കെ അടിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ഉച്ചഭക്ഷണമാണ്. ഉച്ചഭക്ഷണം നിങ്ങൾ നന്നായിട്ട് കഴിക്കണം. എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞുതരാം. ഏതോ എൻ്റെ ഒരു കമന്റിൽ നെയ്യ് എപ്പോഴാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ രീതിയിൽ നെയ്യ് ഉപയോഗിക്കാം. അതായത് ചൂട് ചോറിൽ നെയ്യില് ധാരാളം കുഞ്ഞുള്ളി, കടുകും ചുമന്ന മുളകെല്ലാം ഇട്ട് വഴറ്റി അതിൽ ചോറും കൂടി ഇട്ട് വഴറ്റി ഇട്ടാണ് എനിക്ക് അമ്മ തന്നോണ്ടിരുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണ് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഉച്ചയ്ക്ക് നെയ്യ് ഒഴിച്ച ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അതിന്റെ കൂടെ എല്ലാ കറികളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പച്ചക്കറി ധാരാളമായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഉൾപ്പെടുത്തണം. അതായത് എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സ് ഉണ്ടായിരിക്കണം. വെജ് പ്രോട്ടീൻ സോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ചാറുകറി ഉണ്ടായിരിക്കണം. മീനോ ഇറച്ചിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. വണ്ണം വെക്കേണ്ടവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാലുൽപ്പന്നങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ബോള് തൈര് കുടിക്കാം, ഇല്ലെങ്കിൽ മോരും വെള്ളമായിട്ട് കുടിക്കാം. തൈര്, പാല്, ബട്ടർ, ചീസ്, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഗുഡ് ഫാറ്റ് നൽകുകയുള്ളൂ. നമുക്ക് കുറച്ചൊരു എന്താ പറയാ ശരീരം കാണാൻ പാകത്തിന് വളരുള്ളൂ. അപ്പൊ പാലുൽപ്പന്നങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇനി ഉച്ചഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ചായയാണ്. ചായക്ക് പകരം നമ്മൾ ആദ്യം പറഞ്ഞ ഷേക്ക് നമ്മൾ അടിച്ചു കുടിച്ചു. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കഴിക്കാം? അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അവില് നെയ്യിൽ വിളയിച്ചത്. നമ്മൾ ചോറ് കഴിച്ച പോലെ തന്നെ നെയ്യ് ഒഴിച്ച് അവിലതിൽ വിളയിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ തന്നെ പഴം നെയ്യിൽ വിളയിച്ചതും നല്ലതാണ്. പഴം നുറുക്കിയിട്ട് നെയ്യിലിട്ട് ചൂടാക്കിയിട്ട് അത് കഴിച്ചാലും നല്ലതാണ്. പഴം പുഴുങ്ങി കഴിക്കാം, മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതിൽ ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് എനർജി പ്രദാനം ചെയ്യാം. നമ്മൾ വണ്ണം കൂടിയവരോട് പറയും കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കണം, കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കണം എന്നെല്ലാം പറയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടുതൽ കഴിക്കുകയാണ് വേണ്ടത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം. അതായത് അന്നജം അടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് എനർജി കിട്ടണമെങ്കിൽ, ഊർജം കിട്ടണമെങ്കിൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചോറും ഒക്കെ നിങ്ങൾ കഴിക്കണം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വൈകുന്നേരം സ്നാക്ക് ആയിട്ട് കഴിക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കടികള് അല്ലെങ്കിൽ ബേക്കറികളൊക്കെ കുറെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്താഴമാണ്. അത്താഴം എന്ത് ചെയ്യാം? കുറച്ച് നേരത്തെ കഴിക്കാം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ അത്താഴം കഴിച്ചിരിക്കണം. അത്താഴം ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കഴിക്കാം. പ്രോട്ടീൻ സോഴ്സ് ഉൾപ്പെടുത്തണം. ഇറച്ചിയോ മീനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി വെജിറ്റബിൾ ആണെങ്കിൽ തന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ട് ചോറ് കഴിക്കാം, നന്നായിട്ട് ചപ്പാത്തി കഴിക്കുക. ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ 2-3 ഒക്കെ കഴിക്കാം. ഇനി ആ സമയം നിങ്ങൾക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിശക്കും. കാരണം ഇത്ര നേരത്തെയല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചത്. അത് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് എന്ത് കഴിക്കാം? ആപ്പിൾ കഴിക്കാം. വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ ഒഴിവാക്കാം. അതിന് പകരമായിട്ട് ആപ്പിള്, അതുപോലെ പിയർ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് കഴിക്കാം. പേരക്കയൊക്കെ ഒരുപാട് നല്ലതാണ്. ഇപ്പൊ പേരക്ക കഴിക്കാം. ഇത് കൂടാണ്ട് 2 നെല്ലിക്ക ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇത് ഗുണം ചെയ്യും. ഇത്രയാണ് നിങ്ങൾ ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്തോരം ഭക്ഷണങ്ങളാ, ഇത് എങ്ങനെ കഴിച്ചു തീർക്കും? ഇത്രയും കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പണ്ടേ തടിക്കില്ലായിരുന്നോ എന്നല്ല നിങ്ങൾ വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാം? ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ഒരു 6 നേരമായിട്ട് നിങ്ങൾ കഴിക്കാം. തുടക്കത്തിൽ എനിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട്. പക്ഷെ രാവിലത്തെ ഷേക്ക് ചിലപ്പം രാവിലെ മാത്രമേ കുടിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വൈകുന്നേരം കുടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് വൈകുന്നേരം കൂടി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ആവും. അതായത് എൻ്റെ അച്ഛൻ എല്ലാം പറയുമായിരുന്നു, തിന്നാണ്ട് വയറ് ചുരുങ്ങിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ തിന്നാൻ പറ്റാത്തത്. അപ്പം അതൊന്നുമല്ല, നമ്മൾ ഫുഡ് കഴിക്കും തോറും നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി കപ്പാസിറ്റി കിട്ടും, കുറച്ചും കൂടി ഫുഡ് കഴിക്കാനുള്ള. അപ്പം എന്ത് ചെയ്യാം? നിങ്ങൾ ഭക്ഷണം തുടക്കത്തിൽ കുറച്ച് കഴിക്കുക. എന്നിട്ട് ഒരാഴ്ചയെല്ലാം കഴിയുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഒരു തവി ചോറേ ഇന്ന് എടുക്കുന്നുള്ളൂ എങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് 2-3 തവി ആയിരിക്കണം. ഇത്രയും ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ മാത്രമേ ഈ കാണുന്ന രീതിയിലുള്ള ഒരു തടി നിങ്ങൾക്ക് തോന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർമലായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി. വെയിറ്റ് ഒരിക്കലും കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. BMI എപ്പോഴും നോർമലായിട്ട് വെക്കണം. രാത്രി കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്രൂട്ട്സ് മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത്. നമ്മുടെ ശതാവലി കിഴങ്ങ് ഉണക്കി പൊടിച്ചതുണ്ട് എങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചിട്ട് കിടക്കാം. അതുപോലെ കറുത്ത എള്ള് പൊടിച്ചിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കുടിച്ചിട്ട് കിടക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനൊരു ഭക്ഷണക്രമം, ഒരു ദിവസത്തെ ഭക്ഷണക്രമം എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഒത്തിരി മെസ്സേജ് എനിക്ക് വരുന്നുണ്ടായിരുന്നു, വണ്ണം വെക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ അമ്മമാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുറച്ച് ക്വാണ്ടിറ്റി അവർ ആദ്യം കഴിക്കുള്ളൂ. അവർ കഴിക്കുന്ന ക്വാണ്ടിറ്റി ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് എല്ലാം കഴിയുമ്പം അത് കൂട്ടി കൊണ്ടുവരാം. ഇനി മക്കളാണ് കാണുന്നെങ്കിൽ
ഒരു ടീനേജ് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് കാണുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കാണുന്നതെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഫുഡ് ക്രമം അങ്ങനെ പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമതെ ഹോസ്റ്റലിലെ ഫുഡ് നമുക്ക് പിടിക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം, നട്ട്സും സീഡ്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതാം. എന്നിട്ട് പോകുന്ന വഴിക്ക് കീശയിലിട്ടോ, നമ്മുടെ യൂണിഫോമിന്റെ കീശയിലൊക്കെ ഇട്ടിട്ട് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് കാഷ്യൂ നട്ട്സ്, കശുവണ്ടി പരിപ്പ് നന്നായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, വാങ്ങി വെക്കുക, ഹോസ്റ്റലിൽ വാങ്ങി വെച്ചിട്ട് കഴിക്കാം. എനിക്കറിയാം നമ്മൾ ഹോസ്റ്റലിൽ എന്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാലും നമുക്കത് കിട്ടണം എന്നൊന്നുമില്ല, എങ്കിലും അങ്ങനെ വാങ്ങി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഏത്തപ്പഴവും മുട്ടയും നമുക്ക് ഹോസ്റ്റലിൽ തന്നെ അത്യാവശ്യം എല്ലാ ഹോസ്റ്റലിലും തന്നെ എനിക്ക് തോന്നുന്നു പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മുട്ടയും പഴവും ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പീനട്ട് ബട്ടർ നിങ്ങൾക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ബ്രെഡിലൊക്കെ തേച്ചിട്ടാണെങ്കിൽ പീനട്ട് ബട്ടർ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചോറ്, കിട്ടുന്ന കറി എന്താണോ, വീട്ടിൽ നിന്നൊക്കെ അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് പോവുക. എന്റെയൊക്കെ അമ്മ അങ്ങനെയായിരുന്നു എനിക്ക് തന്നു വിട്ടോണ്ടിരുന്നത്. ഒരു 3-4 അച്ചാറെല്ലാം തന്നു വിടും, മോര് കറി അങ്ങനെയെല്ലാം തന്നു വിടും. എന്തെങ്കിലും കൂട്ടിയൊന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ കറികളെല്ലാം എടുത്തിട്ട് പോവുക. കിട്ടുന്ന കറികളെല്ലാം കൂട്ടി ചോറ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാം. അമിതമായിട്ട് വണ്ണം വെക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഇതുപോലെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരുടെ കമന്റുകൾ ശ്രദ്ധിക്കാണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു റിലേറ്റീവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ആ റിലേറ്റീവ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. പിന്നെ അതിനോട് ഞാൻ യൂസ്ഡായി. ആരെന്ത് പറഞ്ഞാൽ പോട്ടെ, അങ്ങനെ. പിന്നെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് മനസ്സിലായി മെലിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുറെ തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് നേരം രോഗമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവർ, ഇപ്പൊ തടി ഉള്ളവരും ഒരുപാട് ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ട്. 2 കൂട്ടരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കമന്റ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ഉള്ളിലോട്ട് എടുക്കണം. പറഞ്ഞു, ഓക്കെ, അത് അവരുടെ ക്യാരക്ടർ. നമ്മളെ വേറെ ഒന്നും മോശം പറയാനില്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത്. അങ്ങനെ വിചാരിക്കാം, അതിനെ അവോയ്ഡ് ചെയ്യാം. എല്ലാവരും അവരവരുടെ ബോഡീനെ കുറിച്ച് സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കാം. നമ്മുടെ ബോഡി നല്ല രീതിയിൽ തന്നെയാണുള്ളത്, ഹെൽത്തി ആയിട്ടാണുള്ളത്, കാണാൻ വളരെ ഭംഗിയായിട്ട് തന്നെയാണുള്ളത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ മെലിഞ്ഞിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് അയച്ചു കൊടുക്കുക, അവർക്ക് വളരെ ആശ്വാസകരാകും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.